പ്രവാസ ജീവിതം മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ. ഇസ്രായേൽ മലയാളി കൂട്ടായ്മയായ ഇമൻസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ലുമിനാരി മാഗസിന്റെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബത്തിനും നാടിനുമായി തന്റെ യൗവനം മാറ്റിവെച്ച് പ്രവാസിയായി മാറുന്ന മനുഷ്യർ നേരിടുന്ന മാനസിക വെല്ലുവിളികൾ ചെറുതല്ല. ഋതുക്കൾ മാറി മാറി വരുമ്പോഴും രാവെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് അവരുടെ സ്വർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള വേദി ഒരുക്കിയിരിക്കുകയാണ് ഇമൽസ് ഫോറം എന്ന് ചുരുക്കി വിളിക്കുന്ന ഇസ്രായേൽ മലയാളി ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോം. മാനസികോല്ലാസത്തിനും അവരുടെ സർഗാത്മക കഴിവുകൾ കണ്ടെത്തി വളർത്തിയെടുക്കുന്നതിനുമായി ഇസ്രായേൽ മലയാളി ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോറം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്ന ഡിജിറ്റൽ മാഗസിനാണ് ലുമിനാരി. ലുമിനാരിയുടെ ലോഗോ പ്രകാശനം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നടന്നു. കേരള സാഹിത്യ അക്കാദമി അംഗവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ മോബിൻ മോഹൻ ലോഗോ പ്രകാശനം ചെയ്തു. പ്രവാസ ജീവിതം മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവന നൽകിയിട്ടുണ്ടെന്ന് മോബിൻ മോഹൻ പറഞ്ഞു. പ്രവാസ ജീവിതം മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രവാസ ജീവിതത്തിൻ്റെ തീക്ഷ്ണാനുഭവങ്ങൾ കഥകളായും കവിതകളായും ലേഖനങ്ങളായും ഒക്കെ മലയാളത്തിന് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മലയാളീസ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോറം എന്ന സംഘടന അവരുടെ ഇ മാഗസിൻ പുറത്തിറക്കുകയാണ്. ലുമിനാരി എന്നാണ് ആ ഇ മാഗസിൻ്റെ പേര്. തീർച്ചയായും ഒരു ചരിത്ര ഭൂമിക എന്നുള്ള നിലയിൽ, വർത്തമാനകാലത്തിൻ്റെ തീക്ഷ്ണാനുഭവങ്ങൾ പേറുന്ന ഒരു ഭൂമിക എന്നുള്ള നിലയിൽ ഇസ്രായേലിലെ പ്രവാസികളുടെ കഥയും കവിതയും ലേഖനങ്ങളും സാഹിത്യ സൃഷ്ടികളുമെല്ലാം ലുമിനാരിയെ സമ്പന്നമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലുമിനാരിയുടെ ലോഗോ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പ്രകാശനം ചെയ്യുന്നു. പ്രവാസ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കഥകളായും കവിതകളായും ലേഖനങ്ങളായുമൊക്കെ മലയാളത്തിന് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. ലുമിനാരി തീർച്ചയായും ഒരു ചരിത്ര ഭൂമിക എന്ന നിലയിൽ ഇസ്രായേലിലെ പ്രവാസികളുടെ കഥയും കവിതകളും ലേഖനങ്ങളും സാഹിത്യ സൃഷ്ടികളുമെല്ലാം സമ്പന്നമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേൽ മലയാളി ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോറം ജനറൽ കോർഡിനേറ്റർ റെജി CJ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ചീഫ് എഡിറ്റർ വിജിൽ ടോമി മുഖ്യപ്രഭാഷണം നടത്തി. എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ സൽജി ഇ ടിത്തോപ്പ്, മിനി പുളിക്കൽ, ഷിബു കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഏപ്രിൽ ആദ്യവാരത്തിൽ തന്നെ മാഗസിൻ പുറത്തിറക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി.